How are you all? Welcome to a new episode of English with Habish. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്ത് എന്ന പ്രിപ്പസിഷൻ എവിടെയൊക്കെ ഉപയോഗിക്കണമെന്നാണ്. Alright? So let's get started. Dear friends, ഈ കഴിഞ്ഞ സൺഡേ ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം പാർക്കിൽ പോയി. ഓക്കെ, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം പാർക്കിൽ പോയി. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഏത് പ്രിപ്പസിഷൻ ഉപയോഗിച്ചാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക? വിത്ത് ആണ്. ഐ വെൻറ്റ് ടു ദ പാർക്ക് വിത്ത് മൈ വൈഫ്. എൻ്റെ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോടൊപ്പം എന്ന് പറയാൻ നമ്മൾ വിത്ത് എന്ന പ്രിപ്പസിഷനാണ് ഉപയോഗിക്കേണ്ടത്. ഐ വെൻറ്റ് ടു ദ പാർക്ക് വിത്ത് മൈ വൈഫ്. കുറച്ച് സ്റ്റുഡൻസ് പറയുകയാണ്, ഞങ്ങളുടെ ടീച്ചറോടൊപ്പം സ്കൂളിലേക്ക് നടന്നു. അപ്പോൾ ടീച്ചർ അക്കമ്പനി ചെയ്തു, അനുഗമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതിന് നമ്മൾ ഏത് പ്രിപ്പസിഷൻ ഉപയോഗിച്ചിട്ടാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക? വി വാക്ക്ഡ് ടു സ്കൂൾ വിത്ത് ആർ ടീച്ചർ. വി വാക്ക്ഡ് ടു സ്കൂൾ വിത്ത് ആർ ടീച്ചർ. സോ അനുഗമിക്കുമ്പോൾ, അക്കമ്പനി ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പസിഷൻ വിത്ത് ആണ്. ഓക്കെ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ എൻ്റെ കൂടെ പലചരക്ക് സാധനം വാങ്ങാൻ വാ. അങ്ങനെ പലചരക്ക് സാധനം വാങ്ങി വീട്ടിൽ തിരിച്ചെത്തിയിട്ട് അമ്മ എൻ്റെ ഫ്രണ്ട് അവിടെ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, നീ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയോടൊപ്പം പാചക സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. സോ ഈ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഐ വെൻറ്റ് ഗ്രോസറി ഷോപ്പിംഗ് വിത്ത് മൈ മോം. ഐ വെൻറ്റ് ഗ്രോസറി ഷോപ്പിംഗ് വിത്ത് മൈ മോം. സോ അമ്മയോടൊപ്പം, അമ്മയുടെ കൂടെ പോയതാണെന്ന് പറയാൻ നമ്മൾ വിത്ത് എന്ന പ്രൊപ്പസിഷനാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഗുണത്തെക്കുറിച്ചോ സംസാരിക്കാൻ വിത്ത് എന്ന പ്രിപ്പസിഷൻ ഉപയോഗിക്കാറുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. അവൾ വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്. ഷീ ഈസ് എ പേഴ്സൺ വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ്. ഷീ ഈസ് എ പേഴ്സൺ വിത്ത്, ക്ഷമയുള്ള, വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ്. അനദർ വൺ. അവൻ വിശാല ഹൃദയമുള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ അവൻ്റെ സ്വഭാവ ഗുണം എന്താണ്? വിശാല ഹൃദയം. ഓക്കെ, സോ ഹൗ ഡു വി ക്രിയേറ്റ് എ സെൻറ്റൻസ്? ഹി ഈസ് എ ഫ്രണ്ട് വിത്ത് എ ജനറസ് ഹാർട്ട്. ഹി ഈസ് എ ഫ്രണ്ട് വിത്ത് എ ജനറസ് ഹാർട്ട്. ഓക്കെ, നൗ യു ക്യാൻ ക്രിയേറ്റ് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ ഓൺ ദിസ് ടോപ്പിക്. എന്തെങ്കിലും ഒരു വസ്തു ഒരാളുടെ കൈവശമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ, പൊസഷനിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ വിത്ത് ഉപയോഗിക്കാറുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. കയ്യിൽ ഒരു ബ്രീഫ് കേസുമായി അദ്ദേഹം മീറ്റിംഗിലേക്ക് പ്രവേശിച്ചു. ഹി എൻറ്റേർഡ് ദ മീറ്റിംഗ് വിത്ത് എ ബ്രീഫ് കേസ് ഇൻ ഹാൻഡ്. ബ്രീഫ് കേസുമായി, ഹി എൻറ്റേർഡ് ദ മീറ്റിംഗ് വിത്ത് എ ബ്രീഫ് കേസ് ഇൻ ഹാൻഡ്. മഴക്കാലത്ത് സാധാരണയായി ആൾക്കാർ കയ്യിൽ കുട കരുതാറുണ്ട്. അതുപോലെ തന്നെയാണ് മെറിനും. മെറിൻ കയ്യിൽ കുടയുമായി തെരുവിലൂടെ നടന്നു. So the sentence should be, Marin walked down the street with an umbrella in her hand. കുടയുമായി Marin walked down the street with an umbrella in her hand. ഒരു വസ്തുവിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ഫീച്ചർ സൂചിപ്പിക്കാൻ നമ്മൾ വിത്ത് ഉപയോഗിക്കാറുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. നീന്തൽ കുളമുള്ള ഒരു വീട് അവൻ വാങ്ങി. ആ വീടിൻ്റെ സവിശേഷത എന്താണ്? അതിനൊരു നീന്തൽ കുളമുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഹി ബോട്ട് എ ഹൗസ് വിത്ത് എ സ്വിമ്മിംഗ് പൂൾ. നീന്തൽ കുളമുള്ള, വിത്ത് എ സ്വിമ്മിംഗ് പൂൾ. അനദർ എക്സാമ്പിൾ. ലെതർ സീറ്റുകളുള്ള കാർ അദ്ദേഹം തിരഞ്ഞെടുത്തു. ആ കാറിൻ്റെ സവിശേഷത എന്താണ്? അതിന് ലെതർ സീറ്റുകളുണ്ട്, അല്ലേ? ഹി ചോസ് ദ കാർ വിത്ത് ലെതർ സീറ്റ്സ്. ഹി ചോസ് ദ കാർ വിത്ത് ലെതർ സീറ്റ്സ്. സോ സീറ്റ്, ലെതർ സീറ്റുകളുള്ള, വിത്ത് ലെതർ സീറ്റ്സ്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ വിത്ത് ആവശ്യമാണ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഫ്യൂ എക്സാമ്പിൾസ്. അവൻ കത്രിക കൊണ്ട് പേപ്പർ മുറിച്ചു. അപ്പോൾ അവൻ പേപ്പർ മുറിക്കുന്ന ആക്ഷൻ ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ടൂൾ വെച്ചിട്ടാണ് ചെയ്തത്, അല്ലേ? കത്രിക കൊണ്ട്. സോ അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം? ഹി കട്ട് ദ പേപ്പർ വിത്ത് സീസേഴ്സ്. അപ്പോൾ അവിടുത്തെ ടൂള് സീസേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു പ്രിപ്പസിഷൻ വെക്കണം, അതാണ് വിത്ത്. ഹി കട്ട് ദ പേപ്പർ വിത്ത് സീസേഴ്സ്. അനദർ എക്സാമ്പിൾ.
അയാൾ കത്തി ഉപയോഗിച്ച് കേക്ക് മുറിച്ചു. സോ ഇവിടെ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? കത്തി, നൈഫാണ്. സോ ദ സെന്റൻസ് ഷുഡ് ബി he cut the cake with a knife. he cut the cake with a knife. അപ്പോൾ ആ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ആ ടൂളിന്റെ മുമ്പിൽ നമ്മൾ with ഉപയോഗിക്കണം. ഓക്കെ. another example. അവൾ ഒരു ഓപ്പണർ ഉപയോഗിച്ച് കുപ്പി തുറന്നു. So the sentence should be she opened the bottle with an opener. she opened the bottle with an opener. സോ ഏത് ടൂളാണ് ഉപയോഗിച്ചത് അതിൻ്റെ മുമ്പിലാണ് with എന്ന പ്രിപ്പോസിഷൻ വരേണ്ടത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന രീതി വിവരിക്കാൻ വേണ്ടി with ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവൾ ആത്മവിശ്വാസത്തോടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. So the sentence should be she answered the questions with confidence. ആത്മവിശ്വാസത്തോടെ, with confidence. She answered the questions with confidence. Another example. ഞങ്ങളുടെ ടീം ഈ പ്രൊജക്റ്റിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചു. എങ്ങനെയാണ്? ഏത് രീതിയിലാണ്? അർപ്പണബോധത്തോടെ. So the sentence should be our team worked with dedication on this project. Our team worked with dedication on this project. നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ സുപ്പീരിയർ ഒരു പുതിയൊരു തീരുമാനമെടുത്തു. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായവും അദ്ദേഹം ആരാഞ്ഞു. നിങ്ങൾ അവരുടെ കൂടെയാണോ ഇതിൽ അല്ലെങ്കിൽ എതിർക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ എങ്ങനെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക? മലയാളത്തിലാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പറയാം, ഈ തീരുമാനത്തിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ I am with you on this decision. I am with you on this decision. So നിങ്ങളോടൊപ്പം, with you. അഥവാ നിങ്ങൾക്ക് ആ പുതിയ തീരുമാനങ്ങളോട് എതിർപ്പ് രേഖപ്പെടുത്തണമെങ്കിലോ അതിനും with ഉപയോഗിക്കാം. ഈ പുതിയ നിയമങ്ങളോട് ഞാൻ വിയോജിക്കുന്നു. I disagree with these new rules. I disagree with these new rules. ഒരു സാധനത്തിൻ്റെ കൂടെ മറ്റൊരു സാധനം കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ with ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബർഗർ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം I ordered burger with french fries on the side. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സെൻറ്റൻസ് നോക്കാം. ഗണ്യമായ ശമ്പള വർധനവയോടെയാണ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചത്. അപ്പോൾ സ്ഥാനക്കയറ്റത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ശമ്പള വർധനവും കിട്ടി, അഡീഷൻ ആയിട്ട്. സോ he received a promotion with a significant pay raise. He received a promotion with a significant pay raise. ഗണ്യമായ ശമ്പള വർധനവ്. ഒരു പ്രോബ്ലം, ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ റീസൺ പറയാൻ വേണ്ടി നമ്മൾ with ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ധനവില വർദ്ധിച്ചതോടെ പലരും വാഹനം ഓടിക്കുന്നത് കുറവാണ്. സോ ഇവിടെ നമുക്ക് with ഉപയോഗിക്കാം. With the price of fuel rising, many people are driving less. With the price of fuel rising, many people are driving less. Another example. അധ്യാപികക്ക് അസുഖമായതോടെ ക്ലാസ് റദ്ദാക്കി. വാട്ട് ഇസ് ദ റീസൺ? എന്തുകൊണ്ടാണ് ക്ലാസ് റദ്ദാക്കിയത്? അധ്യാപികക്ക് അസുഖമാണ്. So we can create the sentence in this way. With the teacher sick, class was cancelled. With the teacher sick, class was cancelled. നമ്മൾ if statements ഉപയോഗിക്കാറുണ്ട് കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ പറയാൻ. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് വിത്തും ഉപയോഗിക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. അല്പം ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കും. അല്പം ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കും. സോ they might be talking about a project. With a bit of luck, with a bit of luck, we will finish on time. Another example നോക്കൂ. ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനാകും. അപ്പോൾ ലക്ഷ്യങ്ങൾ നേടാനുള്ള കണ്ടീഷൻ എന്താണ്? ശരിയായ മാർഗനിർദ്ദേശം വേണം, അല്ലേ? സോ with proper guidance you can achieve your goals. With proper guidance.
എന്തെങ്കിലും നിർമ്മിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ പദാർത്ഥത്തെ വിവരിക്കാൻ നമ്മൾ വിത്ത് ഉപയോഗിക്കാറുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. ഇഷ്ടിക കൊണ്ടാണ് രമേശ് വീട് നിർമ്മിച്ചത്. എന്ത് വസ്തു കൊണ്ടാണ്? ഇഷ്ടിക. So let's make it in English. Ramesh built the house with bricks. Ramesh built the house with bricks. ഇഷ്ടിക കൊണ്ട്, with bricks. Another example. യഥാർത്ഥ ലെതർ, genuine leather കൊണ്ടാണ് ഈ ബാഗ് നിർമ്മിച്ചിരിക്കുന്നത്. So the sentence should be, this bag is made with genuine leather. This bag is made with genuine leather. ഒരു ശബ്ദത്തിൻ്റെ അകമ്പടിയോടുള്ള ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ വിത്ത് ഉപയോഗിക്കാറുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ കൃത്യമായി മനസ്സിലാവും. ഒരു ശബ്ദത്തോടെ വാതിൽ അടഞ്ഞു. ഒരു ശബ്ദത്തോടെ വാതിൽ അടഞ്ഞു. The door closed with a bang. The door closed with a bang. Bang എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം. കുറച്ച് പത്രക്കാർ ചെന്നിട്ട് ഒരു സെലിബ്രിറ്റിയോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ദേഷ്യത്തോടെ ആയിരിക്കുമല്ലോ മറുപടി പറഞ്ഞിട്ടുണ്ടാവുക. ഈ ഒരു സെൻറ്റൻസ് കാണും. അവൻ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു. സോ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്ത് ഉപയോഗിക്കാറുണ്ട്. He answered with anger in his voice. He answered with anger. ദേഷ്യത്തോടെ. He answered with anger in his voice. Another example. കുട്ടി സന്തോഷത്തോടെ കളിച്ചു. കുട്ടി സന്തോഷത്തോടെ കളിച്ചു. The child played with joy. The child played with joy. ഇവിടുത്തെ ഇമോഷൻ ജോയ് ആണ്, സന്തോഷം. ഈ സെൻറ്റൻസ് നോക്കൂ. മെറിൻ്റെ കയ്യിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ട്. പക്ഷെ മെറിൻ ഇന്ന് സാൻഡ്വിച്ച് വേണ്ട. മെറിന് ജെയ്ക്കിൻ്റെ കയ്യിലുള്ള ആപ്പിളാണ് വേണ്ടത്. മെറിൻ തൻ്റെ സാൻഡ്വിച്ച് ജെയ്ക്കുമായി ഒരു ആപ്പിളിന് കൈമാറി എന്നാണ് സെൻറ്റൻസ് ഉള്ളത്. സോ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? മെറിൻ എക്സ്ചേഞ്ച്ഡ് ഹെർ സാൻഡ്വിച്ച് വിത്ത് ജെയ്ക്ക് ഫോർ ആൻ ആപ്പിൾ. മെറിൻ എക്സ്ചേഞ്ച്ഡ് ഹെർ സാൻഡ്വിച്ച് വിത്ത് ജെയ്ക്ക് ഫോർ ആൻ ആപ്പിൾ. ഒരു കാര്യം ഒന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുമ്പോഴും നമ്മൾ വിത്ത് ഉപയോഗിക്കാറുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ കൃത്യമായി മനസ്സിലാവും. അവൻ തൻ്റെ പതിവ് വ്യായാമത്തിന് പകരം യോഗ ചെയ്തു. അയാൾ സാധാരണയായിട്ട് ഒരു വ്യായാമ രീതിയാണ് ചെയ്യാറുണ്ടായത്. പക്ഷേ ഇന്ന് അതിന് പകരം അയാൾ യോഗ ചെയ്തു. സോ the sentence should be, he replaced his usual exercise routine with yoga. He replaced his usual exercise routine with yoga. Thank you for watching, my dear friends. Support us by subscribing, and if you have any feedbacks, please comment. Thank you.